നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിന് കത്തയച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു. പരീക്ഷ നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ്. കേരള സർക്കാരിന് നേരിട്ട് നടപടി സ്വീകരിക്കാൻ നിർവാഹമില്ല. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഈ നീറ്റ് പരീക്ഷയിലെ ഈ ക്രമക്കേടുകൾ വലിയ ചർച്ചയായി രാജ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സംസ്ഥാനം അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും മനു, ഏതായാലും നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. കാരണം ഇതിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ വലിയ വിവാദമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്. മന്ത്രി വ്യക്തമാക്കുന്നത് പരീക്ഷ നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കേരള സർക്കാരിന് നേരിട്ട് ഇടപെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കത്തയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അന്വേഷണം ആവശ്യപ്പെട്ടാണ് നിലവിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതിനൊപ്പം ആ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് മെഡിക്കൽ പരീക്ഷയുടെ വിശ്വാസ്യത അത് ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര തുടർ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് മന്ത്രി കൂട്ടിച്ചേർത്തത്. മനു, ഷീജ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മലപ്പുറത്തൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇത് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് എന്ന രീതിയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇന്ന് നിയമസഭയിൽ. എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? തീർച്ചയായും മനു, അതും സബ്മിഷനുള്ള മറുപടിയിലാണ് ഈ വിഷയത്തിൽ മന്ത്രി മറുപടി നൽകിയത്. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥിയുടെ മരണം അത് വലിയ തോതിൽ +1 പ്രവേശനവുമായി ബന്ധപ്പെടുത്തി ചില വാർത്തകൾ വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് ഇപ്പോൾ നിയമസഭയിൽ ഉയർന്നു വന്നത്. ഇതിൽ ഈ മലപ്പുറം പരപ്പനങ്ങാടിയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ സംഭവം, അതിന് ആത്മഹത്യക്ക് കാരണം നിലവിൽ വ്യക്തമല്ല. ആത്മഹത്യയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നു. പ്രാഥമിക ഘട്ടത്തിൽ സീറ്റ് ലഭിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യവും പക്ഷേ നിലവിലില്ല. ആത്മഹത്യയെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടെന്ന് കരുതുന്നില്ല എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വെറുതെ ആശങ്കയുണ്ടാക്കാനുള്ള ചില ശ്രമങ്ങളാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നത്. ഇത് ശരിയായ രീതിയല്ല എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി പ്രതികരിച്ചത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.